നമസ്കാരം. ഭാരതത്തിലെ 6 പ്രാമാണിക തത്വശാസ്ത്രങ്ങളിൽ ഒന്നാണ് യോഗ. പ്രകൃതിയിലെ ജീവൽ സ്പന്ദനങ്ങളുടെ താളക്രമങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ച് അവയെ ധ്യാനമനനാദികളിലൂടെ സ്വജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ സത്യാന്വേഷികളായ ഭാരതീയ മഹർഷിമാർ കരുപിടിപ്പിച്ച ദർശനമാണ് യോഗ. യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഒന്നിപ്പിക്കുക, യോജിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന യോഗ എന്ന വാക്കിൻ്റെ ഉത്ഭവം. യോഗയെക്കുറിച്ച് ഷീബ ഷാറ്റ്സിൻ്റെ സംശയങ്ങൾക്ക് ആയുർവേദ ഡോക്ടർ വിപിൻ ശശിധരൻ മറുപടി നൽകുന്നു. നമസ്കാരം. ഇന്ന് നമ്മളുടെ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് വളരെ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടർ വിപിൻ ശശിധരൻ. ഡോക്ടർ, ഞങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളുടെ മുഴുവൻ പേര് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പറയാമോ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് വിപിൻ ശശിധരൻ. ഞാൻ ഇവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല, 3 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ എൽഡർ ബ്രദർ ഇവിടെയുണ്ട്. ബ്രദറിൻ്റെ പേര് വിനോദ് ശശിധരൻ എന്നാണ്. ബ്രദർ ഇവിടെ വന്നിട്ടിപ്പം 8 വർഷത്തോളം ആവുന്നു. അത് കഴിഞ്ഞു ഇപ്പം എൻ്റെ വൈഫ് അശ്വതി വന്നിട്ട് ഫെബ്രുവരിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ സ്പൗസ് വിസയിൽ ഇവിടെ വന്നു. ഡോക്ടറുടെ വൈഫ് നേഴ്സാണോ? അതെ, എൻ്റെ വൈഫ് നേഴ്സാണ് അല്ലേ? പിന്നെ ഫാമിലി, കുഞ്ഞുങ്ങൾ? ഒരു പെൺകുഞ്ഞുണ്ട്, ദക്ഷ എന്നാണ് പേര്. ദക്ഷ. 3 വയസ്സാവും. ദക്ഷ, വളരെ നല്ല പേരാണ്. ദക്ഷ. ദക്ഷ വിപിൻ. ദക്ഷ വിപിൻ, അത് ശരി. ഇവിടെ വന്നിട്ട് അയർലൻഡിനെ കുറിച്ച് ഡോക്ടറിന് എന്താണ് ആദ്യത്തെ ഒരു കാഴ്ചപ്പാട്? എന്താണ് കാഴ്ചപ്പാട് അയർലൻഡിനെ കുറിച്ച്? അയർലൻഡിനെ കുറിച്ച് എൻ്റെ ബ്രദർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവായിരുന്നു എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നുള്ളത്. ബ്രദർ ഇവിടെ ആയിരുന്നത് കൊണ്ട് ഒരു തണുപ്പ് രാജ്യം എന്നുള്ള ഒരു അറിവാണ് ഏറ്റവും ആദ്യം നമുക്ക് വരുന്നത്. പിന്നെ ഇവിടെ വരും എന്നുള്ളൊരു പ്ലാനും ഞങ്ങളുടെ അജണ്ടയിലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവത്തിൻ്റെ ഓരോ ഇച്ഛ എന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. അതിനുശേഷം നമ്മളുടെ എല്ലാ കാര്യങ്ങളും പ്ലാനുകൾ മാറി. വൈഫ് പിന്നെ ഇവിടുത്തെ പ്രോസസ്സിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ അയർലൻഡിൽ എത്തി. ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ ആയിട്ട് ഇപ്പോൾ പരിചയിച്ച് കാണുമല്ലോ. ഇപ്പം 3 മാസം കൊണ്ട് നാട്ടിലെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ ഒരു തണുപ്പ് രാജ്യം എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വെയിൽ വളരെ കുറച്ചാണ്. ഇവിടെ 4 സീസൺ ഉണ്ടെന്ന് പറഞ്ഞാലും വെയിലെന്ന് പറഞ്ഞത് വളരെ കുറച്ചാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ 2-3 മാസം നമ്മൾ വളരെ ആഘോഷമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരും പിന്നെ നമ്മളെപ്പോലെ ഇവിടെ വന്ന് താമസിക്കുന്നവരും ആഘോഷിക്കുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് അവധി, അപ്പം നമ്മൾ പോകുന്നു പല സ്ഥലങ്ങളിൽ. കുറച്ച് വെയിൽ തെളിയുമ്പോൾ വെറുതെ പുറത്ത് ഉലാത്തുന്നു. ഇതൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ചാണെങ്കിൽ വെയിലെന്ന് പറഞ്ഞാൽ എല്ലാവരും അയ്യോ വെയിലാ, ഇപ്പം പുറത്ത് പോകാൻ പറ്റില്ല, നമുക്ക് വെയിൽ നാറിയിട്ട് പോകാം. ഇവിടെ വെയിൽ കൂടുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ പോകുന്നത്. ആ ഒരു വ്യത്യാസം വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടർ എന്നതിലുപരി വേറെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ഞാൻ ആയുർവേദം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ യോഗയുടെ ഒരു കോഴ്സ്, കാരണം ആയുർവേദത്തിൽ യോഗ ഒരു പാർട്ടാണ്. യോഗ നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പാർട്ടായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് ഞാൻ യോഗയ്ക്ക് ചെയ്തു. കാരണം യോഗയുടെ സവിശേഷതകൾ ഞാൻ എൻ്റെ ചികിത്സ അനുഭവത്തിൽ കുറേ എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് യോഗ കൂടുതൽ, കാരണം നമ്മൾ ആയുർവേദത്തിൻ്റെ സമയത്ത് യോഗ പഠിക്കുന്നു, അത് കഴിഞ്ഞ് യോഗ ഒരു സ്ഥിരം ആയിട്ടുള്ളൊരു നമ്മൾ പ്രാക്ടീസ് ചെയ്യത്തില്ല. കാരണം നിരന്തരമായുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട്
പ്രാക്ടീസ് ചെയ്യാതെ വന്നു. പക്ഷേ എൻ്റെ ചികിത്സാനുഭവത്തിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ യോഗയുടെ ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് ചെയ്തു. അത് കൂടുതൽ യോഗയെ മനസ്സിലാക്കാനും അതിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഒരു യോഗ കോഴ്സ് ചെയ്തു. കാരണം അത് മാത്രമല്ല, എനിക്ക് എൻ്റെ രോഗങ്ങൾ ഞാൻ 1-2 രോഗങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് തോന്നി. അപ്പം ചില ആയുർവേദ മരുന്നുകളിലൂടെ പോലും എനിക്കത് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ വളരെ സിവിയർ ആസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ യോഗ അപ്പം വളരെ ഇമോഷണലി വളരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് പെട്ടെന്ന് ആങ്കർ വരിക, അങ്ങനെയുള്ള ഓരോ ഇത് ഫേസ് ചെയ്തപ്പോഴാണ് ഞാൻ യോഗയെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്തത്. അങ്ങനെ ഞാൻ ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് ചെയ്തു. ശിവാനന്ദ യോഗ വേദാന്ത ധന്വന്തരി ആശ്രമം, നെയ്യാർ ഡാമിലുള്ള 1 മാസത്തെ വളരെ തീവ്രമായ അവിടുത്തെ പരിശീലനത്തിന് ശേഷം ഞാൻ വലിയൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ വളരെയധികം മാറ്റങ്ങൾ എന്നിൽ ഞാൻ തന്നെ ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആയുർവേദ ചികിത്സ അനുഭവത്തിൽ ഞാൻ അത് കൂടുതലായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും എൻ്റെ പേഷ്യൻസ് കൂടുതലും ഞാൻ അതിന് ശേഷം കൂടുതൽ ജർമ്മൻ ക്ലയൻസുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഇൻട്രാക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവരിൽ അത് ഒരുപാട് എഫക്റ്റ് ഉള്ളതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. അപ്പം യോഗ ഇപ്പോൾ ഞാൻ വളരെയധികം ആയുർവേദത്തിൻ്റെ സൈഡിൽ തന്നെ യോഗ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാനതിനെ കൊണ്ട് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യോഗയാണ് ഇപ്പോൾ എൻ്റെ വേറൊരു ഏരിയ ഓഫ് വർക്ക്. വളരെ സന്തോഷം. കാരണം ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പോകാൻ GP എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് പോലെ, ഫാമിലി ഡോക്ടർ പോലെ GP നമ്മൾ പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് കുറച്ചൊരു പ്രായം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു കൾച്ചർ അനുസരിച്ച് എപ്പോഴും ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മയെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മുട്ടിന് വേദന, നടുവിന് വേദന, കൈക്ക് വേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്ന ആദ്യം ഒന്ന് കുഴമ്പ് തേച്ച് കുളിക്കാം, ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കാം, അപ്പോൾ ഒരു സുഖം കിട്ടും. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ആദ്യം ഒരു മുട്ടുവേദന വന്ന ഒരു പാരസെറ്റമോൾ എടുക്കാം. ആ ഒരു വ്യത്യാസം നമ്മുടെ ആ ഒരു ജനറേഷനിൽ ഉണ്ട് ഇല്ലേ? ആ ഒരു ജനറേഷൻ കുഴമ്പിൽ തേച്ച് കുളിക്കാമെന്ന് പറയുന്നു. നമ്മൾ പറയുന്നു പാരസെറ്റമോൾ എടുത്താൽ അത് കുറയുമെന്ന് പറയുന്നു. ഈ ഒരു വ്യത്യാസം ഒരുപക്ഷെ ഞാൻ ആ ഏജ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഈ ആയുർവേദം അല്ലേ? അപ്പോൾ ഡോക്ടർ ഇവിടെ വന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. വളരെ ഇപ്പോൾ ഭാവിയിലാണെങ്കിലും ഈ ആയുർവേദം ഇപ്പോൾ ലോകമെമ്പാടും ഇപ്പോൾ ആയുർവേദം, യോഗ എല്ലാം വളരെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഡോക്ടറെ പരിചയപ്പെടാൻ സാധിച്ചതും എല്ലാം. ഇനി ഡോക്ടറെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. നാട്ടിലെവിടെയാണ് സ്വദേശം, പിന്നെ എവിടെയാണ് പഠിച്ചത്, ആയുർവേദം ഡോക്ടർ ആ വിദ്യാഭ്യാസം എവിടെയായിരുന്നു, ഇതെല്ലാം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നാട്ടിൽ ഞാൻ കൊല്ലം ജില്ലയിൽ പോരുവഴി മലനട എന്ന് പറയും എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അത് പലർക്കും കുറേ പേർക്ക് അറിയായിരിക്കും. ഒരു കുപ്രസിദ്ധി ഉണ്ട് അതിനകത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലനട അമ്പലം വളരെ പേരുകേട്ട ഒരു അമ്പലമാണ്. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ്. ദുര്യോധനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് മലനട അമ്പലം. അങ്ങനെയല്ല കുപ്രസിദ്ധി എന്ന് പറയുന്നത് ഒരു വെടിക്കെട്ട് അപകടം നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്തിടയ്ക്ക് പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നതുപോലെ തന്നെ പണ്ട് ഒരു വെടിക്കെട്ട് അപകടം നടന്നൊരു അങ്ങനെ പ്രസിദ്ധി വന്നൊരു ക്ഷേത്രമാണ് മലനട ക്ഷേത്രം. അവിടെ ഇത് ശരിക്കും ഭരണിക്കാവ്, ശാസ്താംകോട്ട കായൽ, പലരും കോട്ടക്കായൽ, ഇതിനൊക്കെ അടുത്തായിട്ടാണ് ഈ മലനട സ്ഥലം വരുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട്. ഞാൻ ആയുർവേദ വിദ്യാഭ്യാസം ചെയ്തത് അമൃത വിശ്വവിദ്യാപീഠം, അതായത് അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള അമൃത വിശ്വവിദ്യാപീഠം യൂണിവേഴ്സിറ്റിയുടെ അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ. അത് കരുനാഗപ്പള്ളി വള്ളിക്കാവിൻ്റെ അടുത്ത് തന്നെയാണ് കോളേജ്. അവിടെ 5.5 വർഷത്തെ കോഴ്സാണ് ആയുർവേദം. അത് കഴിഞ്ഞ് ഞാൻ 4-5 വർഷത്തോളം വർക്ക് ചെയ്തു.
അവിടെയല്ല ഞാൻ 2 സ്ഥലങ്ങളിലായിട്ട്. ഒന്ന് ഇവിടുത്തെ അയർലൻഡിൻ്റെ ക്ലൈമറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ ആദ്യത്തെ വർക്ക് പ്ലേസ് ആണ്, അതായത് കുമളിയാണ്, അതായത് തേക്കടി. അവിടെ ഞാൻ 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ വന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ വർക്ക് പ്ലേസിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല. ഇനി വിൻ്റർ, അപ്പോൾ എല്ലാവരും പറയുന്നു വിൻ്റർ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അതെനിക്ക് സുപരിചിതമായ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും സൺലൈറ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന മീൻസ് ആ ഒരു മൂഡ് വേരിയേഷൻസ് എല്ലാം ഉണ്ട്, ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുമളിയാണ് എൻ്റെ ഫസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു എൻ്റെ ഡിഫറെൻറ്റ് പ്ലേസ് വർക്കലയിലേക്കാണ് പോയത്. അവിടെയാണ് എൻ്റെ ശരിക്കുള്ള ഒരു എക്സ്പോഷർ, ട്രീറ്റ്മെൻറ്റ് സൈഡിലുള്ള എൻ്റെ എക്സ്പോഷർ, യോഗ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വർക്കലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ഇങ്ങോട്ട്? അതെ, വർക്കലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് ഈ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ഇങ്ങോട്ടുള്ള പ്രോസസ്സെല്ലാം നടക്കുന്ന വർക്കലയിൽ നിൽക്കുമ്പോഴാണ്. ഡോക്ടർ ഇവിടെ ഇനി അത് ആയുർവേദത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് അത് ഇനിയുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? നമ്മൾ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ കമ്മ്യൂണിറ്റിക്ക് ഒട്ടും സുപരിചിതമല്ലാത്തൊരു ചികിത്സാ സമ്പ്രദായമാണ്. ആദ്യം വേണ്ടത് എങ്ങനെ ഇവിടുത്തെ മീൻസ് മലയാളി കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു ഗ്ലോബലൈസേഷൻ എൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു സ്വപ്നമാണ്. കാരണം ഇത്രയും വലിയൊരു സയൻസ് നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങിക്കൂടുകയും പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഫുൾ സത്ത് ഉൾക്കൊള്ളാതെയാണ് ഞാനതിനകത്ത് ഫുൾ സത്ത് ഉൾക്കൊള്ളാതെയാണത് ചികിത്സിക്കുന്നതും ചികിത്സിക്കപ്പെടുന്നവരായാലും അത് എടുക്കുന്നത്. പണ്ടത്തെ പഥ്യമൊക്കെ ഇപ്പം എത്ര പേര് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ ഞാനത് വളരെ കൗതുകത്തോടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ക്ലയൻസ് നമ്മൾ എന്ത് പറയുന്നോ വളരെ വേദവാക്യത്തോടു കൂടി അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്തുടർന്ന് അടുത്ത തവണ വന്നിട്ട് കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ ഒരു വർഷമാണ് അവർ വരുന്നത്, ഒരു വർഷം ഉണ്ടായ അവരുടെ മാറ്റങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഞാൻ വളരെ ആശ്ചര്യത്തോടെ എൻ്റെ ഈ ശാസ്ത്രത്തെയും ഞാൻ വളരെ പുച്ഛത്തോടെ നമ്മുടെ നാട്ടുകാരെ നോക്കും. കാരണം നമ്മുടെ നാട്ടുകാർ എത്ര പേര് ഈ സയൻസ് ഈ ശാസ്ത്രം എടുക്കുന്നു, ശാസ്ത്രം ചികിത്സാ സമ്പ്രദായമായി എടുക്കുന്നു. അങ്ങനെയല്ല. പക്ഷേ അപ്പം വേറൊരു കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാർ ഇതിനെ എത്ര ഇമ്പോർട്ടൻസോടുകൂടി എടുക്കുന്നു എന്നുള്ളതാണ്. അത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. അതായത് ഈ ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പം ഇവിടെയുള്ള ഐറിഷുകാരെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് നമ്മളെക്കുറിച്ച് ഇപ്പം ഇത്രയും വർഷം കൊണ്ട് മലയാളികൾ ഇവിടെ വന്നു പോയി, അപ്പോൾ അവരറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ അലോപ്പതി മരുന്നുകളിൽ കൂടുതലായിട്ട് അവരൊരു പക്ഷേ ആയുർവേദത്തെ അഡാപ്റ്റ് ചെയ്തേക്കാം അവരുടെ പ്രശ്നങ്ങൾക്ക്. പക്ഷേ നമ്മളൊരു അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അത് ഡോക്ടറെ പോലെയുള്ള ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ജനങ്ങളിൽ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവയർനെസ് ക്ലാസ്സസ് ആദ്യം ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ പഠിക്കണം. അതാണ് ആദ്യം വേണ്ടത്. നമ്മളും ആ ലൈഫ് സ്റ്റൈലിലേക്ക് വരും. അത് സ്വാഭാവികമാണ്. വേറൊരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള ഒരു രാജ്യം. അപ്പോൾ അവിടുത്തെ ജീവിതശൈലികളെല്ലാം മാറ്റമായി. അത് പഠിച്ച് അതിനോട് ബ്ലെൻഡ് ആവുന്ന നമ്മുടെ ശാസ്ത്രം തന്നെ എല്ലാ ക്ലൈമാറ്റിക് കണ്ടീഷൻസും ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിൽ നമ്മൾ അത് ഇവരിലേക്കുള്ള അവയർനെസ് എത്തുക. എങ്ങനെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ ഇപ്പം ആയുർവേദം തന്നെ ചികിത്സ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം. അതായത് ഹെൽത്ത് ഉള്ളവരുടെ ഹെൽത്ത് കീപ്പ് ചെയ്യുക, വീണ്ടും
ഡിസീസസ് ഉണ്ടാവാതിരിക്കാനുള്ള അവരുടെ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യുക. ഒരു സൈഡ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഡിസീസ് ഉള്ളവരെ ചികിത്സിക്കുക. അപ്പം ഈ രണ്ട് പോർഷനും സെക്കൻഡ് പോർഷൻ ഇവിടെ പോസിബിൾ ആക്കാൻ ഇത്തിരി പാടാണ്. കാരണം ഡിസീസ് ഉള്ളവരെ ചികിത്സിക്കാൻ നമുക്ക് മരുന്നുകൾ ആവശ്യമാണ്. നമ്മളുടെ ഇവിടുത്തെ ഒരു റൂൾസ് വെച്ചിട്ട് നമ്മുടെ പല മരുന്നുകളും കൂടുതൽ മരുന്നുകളും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓയിൽസ് പറ്റുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് ആസ്പെക്ട് എങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാം വിത്ത് ഡയറ്റ്, പിന്നെ മെന്റൽ ആസ്പെക്റ്റ് ആണ് ഏറ്റവും പ്രധാനം. കാരണം പലരും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാത്ത ഒരു കാര്യമാണ് എങ്ങനെ ഒരു മനസ്സ് ഒരു ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി എന്ന് വെറുതെ ഒരു പ്രോബ് പറയുന്നത് പോലെയല്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയറ്റിലൂടെയും നമ്മുടെ വ്യായാമത്തിലൂടെയും ചിന്തകളിലൂടെയും വാക് പ്രവൃത്തി എല്ലാത്തിലൂടെയും ഒരു ആ രീതിയിലുള്ള ഒരു അവയർനെസ് വന്നാൽ അതിൽ തന്നെ മെജോറിറ്റി ഓഫ് ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആയുർവേദം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുള്ളൊരു ഹീലിംഗ് അല്ല, അത് വേരോടെ എന്ത് അസുഖമാണെങ്കിലും അത് വേരോടെ പിഴുത് കളയും. അപ്പം അതിന് കുറച്ച് സമയം ആവശ്യമാണെന്ന്. ഇപ്പോഴത്തെ ജനറേഷന് സമയമാണ് ഇല്ലാത്തത്. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറണം. കാരണം ഒരു അസുഖം മൂലം മാറ്റി വെക്കാനുള്ള ഒരു വീട്ടിലിരിക്കാനുള്ള സമയം ഇപ്പോൾ പലരുടെയും കയ്യിലില്ല. അപ്പോൾ അതാണ് ആയുർവേദത്തെക്കുറിച്ച് പറയുന്നത്. അതായത് ക്ഷമ അല്ലേ. ഇപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഇപ്പോൾ ചില സമയങ്ങളിൽ ചില ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം അല്ലേ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ അതുപോലെ എണ്ണ തേച്ച് കുളി, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് അത് എത്തിക്കുമ്പോൾ നമ്മൾ താഴേന്ന് മുതൽ അതിൻ്റെ ഒരു അവയർനെസ് തുടങ്ങണം അല്ലേ. നമ്മൾ ഇത്ര നേരം ആയുർവേദത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഡോക്ടർ യോഗ എന്ന മേഖലയിൽ ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ യോഗയെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പ്രേക്ഷകർക്കും പേഴ്സണലി എനിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് വിശദീകരിക്കാമോ? യോഗ എന്നുള്ളൊരു മഹത്തായ ശാസ്ത്രം അറിയാലോ. ഇപ്പോൾ നമ്മൾ വേൾഡ് യോഗ ഡേ വരെ മീൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കഴിഞ്ഞു. അതിൽ നമുക്ക് ഇന്ത്യക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു ശാസ്ത്രം മീൻസ് ഒരുപാടുണ്ട്. അതിൽ ഒന്നാണ് യോഗ. എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃത വളരെ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ, യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ചാബല്യങ്ങൾ, മനസ്സിന് കുറേ മോഡിഫിക്കേഷൻസ് ഉണ്ട്, ആ മോഡിഫിക്കേഷൻസിനെ ഇല്ലാതാക്കുക. ഒരു മനസ്സിനെ ഒരു സ്റ്റെബിലിറ്റി, നമ്മളിതിനെ സാൽവേഷൻ, മോക്ഷം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. യോഗയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൊളീഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, യോഗ ചെയ്തതിന് ശേഷം ആങ്കർ മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ കോപം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വളരെ യോഗ സഹായിച്ചിട്ടുണ്ട് എന്നോട് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ അത് തന്നെ പറഞ്ഞു. ഡോക്ടർ ആങ്കർ മാനേജ്മെൻറ്റ് വളരെ വിദഗ്ധമായിട്ട് യോഗയിലൂടെ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആങ്കർ എന്ന് പറയുന്നതും മനസ്സിൻ്റെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് ആണ്. അത് പ്രാണായാമം എന്ന് പറയാൻ തന്നെ ഇപ്പം ഞാൻ പറയാം. പ്രാണായാമം എന്ന് പറയുമ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റൽ എനർജി, നമ്മൾ തന്നെ നമ്മുടെ എയർ വി ബ്രീത്ത് എന്ന് സിമ്പിളായിട്ട് പറയാം. സിമ്പിൾ അതിൻ്റെ ഇന്നർ ആസ്പെക്റ്റിൽ ഒരുപാട് വരുന്നുണ്ട്. പ്രാണായാമം നമ്മുടെ ബ്രീത്തിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കാം ചെയ്യുക. ഇപ്പം പറയാം, ഒരു ആങ്കർ വരുമ്പോൾ നമ്മുടെ മീൻസ് അറിയാലോ, നമ്മളെല്ലാവരും അഡ്രിനാലിൻ സെക്രീഷൻസിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ നമ്മുടെ
ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ബ്ലഡിലേക്ക് ഇൻജെക്ട് മീൻസ് ആ ഒരു ഇത് പമ്പിങ് വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ആണ് നമ്മുടെ എന്തുമാത്രം സെൽസ് നശിക്കുന്നു, നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റ് ആവുന്നു ആ സമയത്ത്, എന്തുമാത്രം ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നു, ടോക്സിൻസ് ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പ്രോപ്പറായിട്ട് എലിമിനേറ്റ് ആയില്ലെങ്കിൽ അതൊക്കെ അക്കുമുലേറ്റ് ചെയ്യുക, നമ്മുടെ ഈ ശരീരത്തിൽ അക്കുമുലേറ്റ് ചെയ്യുക. അപ്പം പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് തന്നെ മീൻസ് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുകയാണ്. ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുന്നു, അതിൻ്റെ ആ വൈറ്റൽ സോഴ്സ്, നമ്മളതിനെ ഓക്സിജൻ, സിമ്പിളായിട്ട് ഓക്സിജൻ ആ സോഴ്സിനെ ഈച്ച് ആൻഡ് എവറി സെല്ലിലേക്ക് എത്തിക്കുന്നു. ഈച്ച് ആൻഡ് എവറി സെല്ലിൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തിയാൽ തന്നെ എല്ലാ സെല്ലിൻ്റെയും ഫങ്ഷൻസ് അത് കൂടാതെ അതിൻ്റെ ബാക്കി ആ ടോക്സിൻസ് അക്കുമുലേറ്റ് ചെയ്ത ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒരു ഡീടോക്സിഫിക്കേഷൻ. അത് കൂടാതെ അത് നമുക്കൊരു മോഡേൺ ആസ്പെക്റ്റിൽ നമുക്ക് അതിനെ കോറിലേറ്റ് ചെയ്യാം. നമ്മളൊരു വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളോട് നിങ്ങളൊന്ന് കൂളായിട്ട് കുറച്ച് ബ്രീത്ത് എടുക്കാൻ പറയും, ഒരു ഡീപ് ബ്രീത്ത്. ശരിയാണത്, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, 2-3 ഡീപ് ബ്രീത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് ആണ് നമ്മുടെ മൂഡിൽ വരുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു സിമ്പിളായിട്ടൊരു എക്സസൈസ് തന്നെ നമ്മൾ തുടങ്ങി അതിനെ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ അത് ഒരു അടുത്ത തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അടുത്ത തലം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ന ദൈവത്തെ അല്ലെങ്കിൽ ആരെയും വർഷിപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. അതൊരു നമ്മുടെ മനസ്സിൻ്റെ വേറൊരു തലമാണ്. അതായത് ഒന്നിലും നമ്മൾ അഫക്റ്റ് ആവാതിരിക്കുക, ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു അഫെക്ഷൻസ് എന്ന് പറയാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസിനും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് രീതിയിൽ നമ്മളെ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈഴ്സിലൂടെ വന്ന് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മളെ ആങ്കർ ആൻഡ് ലസ്റ്റ് ഒരു രീതിയിൽ നമ്മളത് അഫക്റ്റ് ചെയ്യത്തില്ല. ആ ഒരു മെഡിറ്റേഷൻ എന്ന പ്രോസസ്സ് അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഈ യോഗ എന്ന് പറയുന്നത് സിംപ്ലി ഡൂയിങ് ആസനാസ് അല്ല. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു തെറ്റിദ്ധാരണ, എല്ലാവരിലും ഒരു തെറ്റിദ്ധാരണ. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നു, നമ്മുടെ ശരീരം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഫസ്റ്റ് ആൻഡ് ബിഗിനർ ലെവൽ. അത് കഴിഞ്ഞ് ഓരോ ലെവലായിട്ട് വരികയാണ്, നമ്മുടെ ഓരോ ലെവലായിട്ട് പ്യൂരിഫൈ ചെയ്യുന്നു. നമ്മുടെ ശരീരം എത്രത്തോളം നമ്മുടെ മനസ്സിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള അടുത്ത തലത്തിലേക്ക് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സോളിനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് എത്തുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അൾട്ടിമേറ്റ് സാൽവേഷൻ, അല്ലെങ്കിൽ വി ആർ നോട്ട് അഫക്റ്റഡ് ബൈ എനി കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസസ് ഓർ എനിത്തിങ്. എന്തായാലും ആട്ടെ, നമ്മളൊരു ഫുൾ അബ്സല്യൂട്ട് ബ്ലിസ് എന്ന് പറയും. അതായത് ഏത് സ്റ്റേജിലായാലും നമ്മൾ വി ആർ ഹാപ്പി. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിന്ദുവിലേക്ക് നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക, എന്നിട്ടൊരു ധ്യാനം പോലെ നമ്മൾ മനസ്സിനെ ഏകീകരിച്ച് കൊണ്ടുവന്ന് ഒരു പോയിന്റിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ ധ്യാനിക്കുക, അല്ലേ? അത് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സ് വേറൊരു തലത്തിലേക്ക് പോകും. തീർച്ചയായും ഇല്ലേ? ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം കോൺസെൻട്രേഷനിലേക്ക് നമ്മുടെ മനസ്സ് പോകും, അല്ലേ? അതല്ലേ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിറ്റേഷന്റെ വളരെ ബിഗിനർ ഒരു ആദ്യ തലമാണത്. ആദ്യ തലം. അതായത് ഒരാളെ മെഡിറ്റേഷനിലേക്ക് എത്തിക്കാനുള്ളതാണ് ഒരു പോയിന്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏറ്റവും അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഏറ്റവും വലിയ യോഗികൾക്ക് പോലും സാധ്യമാവുന്നത് വളരെ കഴിഞ്ഞിട്ടായിരിക്കും. അതായത് മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് തുടങ്ങി 5-ാമത്തെ ദിവസം നമ്മൾ പ്രോപ്പർ മെഡിറ്റേഷനിൽ എത്തുമെന്ന് ആരും വിചാരിക്കണ്ട. ഓരോ വ്യക്തിയും ഓരോ പ്രോപ്പർ മെഡിറ്റേഷനിലേക്ക് എത്താൻ ഓരോരോ സമയമായിരിക്കും വേണ്ടുന്നത്. എനിക്ക് ചിലപ്പം വേണ്ടത് 10 വർഷമായിരിക്കാം, ഓരോരുത്തർക്ക് മീൻസ് വേറെ ആൾക്ക് വേണ്ടുന്നത് ചിലപ്പം 2 ദിവസം കൊണ്ട് ചിലപ്പം പ്രോപ്പർ മെഡിറ്റേഷനിലെത്താം. അങ്ങനെ ചിലർക്ക് ഒരു ആയുഷ്കാലം നിന്നാൽ പോലും ഒരു പ്രോപ്പർ മെഡിറ്റേഷൻ സാറ്റിസ്ഫൈഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ലെവൽ എത്തുന്നത് നമ്മൾ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ സോൾ അല്ലെങ്കിൽ നമ്മൾക്ക് വെളിയിലിറങ്ങി നമ്മളെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതായത് ഒരു അബ്സല്യൂട്ട്ലി നത്തിങ്. നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രം മീൻസ് നമ്മൾ ഈ പ്രപഞ്ചമാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതാണ് സത്യം.
അത് നമ്മളുടെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ കൈയുടെ നമ്മുടെ ഇങ്ങനെ വെക്കുന്ന ഇതൊരു മുദ്രയാണ്. അതെ, അതിലെന്തെങ്കിലും അതിനെ കുറിച്ചൊരു വിശദീകരണം ഡോക്ടർക്ക് പറയാൻ സാധിക്കും? ഇത് ചിന്മുദ്ര എന്നാണ് പറയുന്നതിന്. ചിന്മുദ്ര അതായത് നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ചില പോസ്റ്റേഴ്സ്, അതായത് നമ്മൾ ക്രോസ് ലെഗ്ഡ് പോസ്റ്റർ, പത്മാസനമൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ. അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററിൽ ഇരിക്കുമ്പോൾ, പത്മാസനത്തിലിരുന്ന് നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ബോഡി ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ ഷേപ്പിൽ നമ്മുടെ എനർജി ഫ്ലോ വളരെ വളരെ ഹൈ എനർജി ഫ്ലോ, പ്രോപ്പർ എനർജി ഫ്ലോ അതായിരിക്കും ആ ഒരു പൊസിഷനിൽ നടക്കുന്നത്. കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതായത് ഇതൊരു വേറൊരു ആസ്പെക്റ്റാണ്. നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അഹങ്കാരത്തെ നമ്മൾ നശിപ്പിക്കുന്നു. അഹം എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം ഇല്ലാതാവുന്നു. ഞാനില്ല. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രപഞ്ചം ഈ എവിടെ മീൻസ് ഒരു ഇംപ്രഷനും ഇല്ലാത്ത ഒരു പ്രപഞ്ചമായി നമ്മൾ മാറുന്നു. അതാണ് നോ ഇംപ്രഷൻസ് അറ്റ് ഓൾ. ഒരു വ്യക്തി അവിടെ ഇല്ല. വ്യക്തി ഞാനെന്ന വ്യക്തി ഒരു സ്ഥിരമല്ല. അതായത് ഞാൻ ഇന്ന് ജനിച്ചു, നാളെ മരിക്കുന്നു. അപ്പൊ ഞാൻ സ്ഥിരമല്ല. പക്ഷെ അന്നും ഇന്നും എന്നും പ്രപഞ്ചം ഇവിടെ ഉണ്ട്. ആ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുന്നതാണ്, അതാണ് സത്യം എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ മെയിൻ എയിം ഓഫ് യോഗ. അത് ഹയർ ആസ്പെക്റ്റ് ആണ്. വലിയ വലിയ യോഗീസ്, നമുക്കതിവിടെ സാധാരണ മനുഷ്യനിലായ നമ്മളിലേക്ക് അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അതിനെ ഗ്രാസ്പ് ചെയ്യും എന്നുള്ളത് അതിന് ഒരുപാട് ഡിവോഷൻ ആവശ്യമാണ്. നമ്മളതിന് ഡിവോട്ട് ചെയ്ത് നിൽക്കണം. ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ യോഗ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. ഏത് രീതിയിലായാലും അവന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പോൾ കോമൺ മാൻ ഈസ് മാരീഡ് മീൻസ് അവന് റെസ്പോൺസിബിലിറ്റി അച്ഛനും അമ്മയോട്, ഭാര്യയോട്, മക്കളോട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ബ്രദർ സിസ്റ്റർ, സമൂഹത്തിനോട്, ജോലിയോട്, അങ്ങനെ കുറേ ഒരു റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഡിസിപ്ലിൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം കീപ്പപ്പ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ട് നമുക്കിപ്പം യോഗയെ നമുക്ക് കാണാം. യോഗ അങ്ങനെ മറ്റുള്ളത് വേണ്ടാന്നല്ല, പക്ഷെ നമുക്കിപ്പോൾ സാധാരണക്കാരന് മനസ്സിലാക്കാൻ അത് മതിയാവും. അപ്പോൾ ഡോക്ടർ പറയുന്നത് ചിട്ടയോട് കൂടിയുള്ള ഒരു ജീവിതം, അതായത് യോഗ. ഇപ്പം നമ്മളൊരു കുറച്ചൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അത് ചിട്ടയോടെ ഉള്ളൊരു ജീവിതം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ചിട്ടയില്ലാത്ത ജീവിതം ഞാൻ ഉദ്ദേശിച്ചത് ഭക്ഷണ രീതിയിലാകാം, അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ ഉറക്കത്തിൽ, അങ്ങനെയുള്ള എല്ലാ രീതികളിലും ഉള്ള ഒരു വ്യക്തി ചിട്ടയോടെയുള്ളൊരു യോഗ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നല്ലേ? തീർച്ചയായും. അത് ഭക്ഷണം, ഉറക്കം, ഇത് മാത്രമല്ല, നമ്മൾ മറ്റു പല കാര്യങ്ങളും രാവിലെ എഴുന്നേക്കുന്നിടം മുതൽ ഉറങ്ങി മീൻസ് ആ ഒരു ഫുൾ 24 hours എന്തെല്ലാം ചെയ്യുന്നു. ഇപ്പം നമ്മൾ പാത്രം കഴുകുകയാണ്, അതും ഡിസിപ്ലിൻ അതിനകത്ത് ആവശ്യമാണ്. എന്ത് ജോലി ചെയ്താലും അതിനകത്ത് ഡിസിപ്ലിൻ ആവശ്യമാണ്. അത് തന്നെയാണ് യോഗ നമുക്ക് എവിടെയും. ഇപ്പം മെഡിറ്റേഷൻ ഇങ്ങനെ ഇരുന്ന് തന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യാം. അതിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മൈൻഡ് എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആണ് ഒരു ജോലി ചെയ്യുമ്പോൾ. അല്ല, ആരുടെയും അല്ല. എത്ര തവണ നമ്മൾ 100 കാര്യങ്ങൾ ചിന്തിക്കാൻ പോകും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഡോക്ടർ വളരെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ യോഗയെക്കുറിച്ച് ഇത്ര കൂടുതലായിട്ട് ഒരാളിൽ നിന്ന് ഞാൻ അറിയുന്നത്. ഇപ്പം യോഗാസനം, പല രീതിയിലുള്ള യോഗാസനങ്ങൾ കേട്ടിട്ടുണ്ട്. പത്മാസനം, ശവാസനം, അങ്ങനെ ഇത്രയൊക്കെ എനിക്കും അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ടും ഞങ്ങൾ ലിഫി ഞങ്ങളുടെ ക്രൂവിന് വേണ്ടിയിട്ടും ഡോക്ടർ കുറച്ച് യോഗാസനങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും ഞാൻ ചെയ്യാം. അതിൽ ആസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് യോഗാസനം, ആസനം എന്ന് പറഞ്ഞാൽ സ്വസ്ഥം സുഖം ആസനം. അതായത്
നമ്മൾ കംഫർട്ടബിളായിട്ട് ഏറ്റവും സ്വസ്ഥം സുഖം ആസനം. നമ്മൾ പല ആസനങ്ങളുടെയും പിക്ചേഴ്സ് കാണുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ട്, ഇയാൾ ഇങ്ങനെ എന്തിനു നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആ ഒരു ആസനത്തിൽ ആൾ വളരെ സ്വസ്ഥമായും സുഖമായും നിൽക്കണം. ഒരു നമ്മുടെ ബോഡിയെ സഫർ ചെയ്യിപ്പിച്ചുകൊണ്ടല്ല യോഗാസനം ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി, അത് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുകയാണ് ടു അനദർ ലെവൽ. നമ്മുടെ ബോഡി അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ഒരുപാട് യോഗാസനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ശിവാനന്ദ ട്രഡീഷൻ 12 ബേസിക് യോഗാസനാസാണുള്ളത്. അതിൽ സൂര്യനമസ്കാരം ഒക്കെയാണ് ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് ഉള്ള 12 യോഗാസനങ്ങൾ. ബാക്കി ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ആസനാസ് ഉണ്ട്, യോഗാസനാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ ടീച്ചറും ഓരോ യോഗാസനങ്ങൾ കണ്ടുപിടിക്കുകയാണ്, അത് ചെയ്യാണ്. അതെല്ലാം ഈ 12 യോഗാസനങ്ങളിൽ നിന്ന് അതിൻ്റെ ബാക്കി എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ്സ് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ അങ്ങനെ ഈ യോഗാസനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വേരിയേഷൻസ് വരും, അത് നമ്മുടെ ബോഡിയുടെ ആ ഒരു അടുത്ത ലെവൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പം പല ആസനങ്ങളുണ്ട്. അതിനകത്ത് ശീർഷാസനം, ഇപ്പോൾ ഹെഡ് സ്റ്റാൻഡ്, അതാണ് ഏറ്റവും കിങ് ഓഫ് ആസനാസ് തന്നെയാണ് പറയുന്നത്. കിങ് ഓഫ് ആസനാസ്, യോഗാസനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആസനം ശീർഷാസനം തന്നെയാണ്. അത് കഴിഞ്ഞാൽ സർവാംഗാസനം, ഷോൾഡർ സ്റ്റാൻഡ് എന്ന് പറയും. ക്യൂൻ ഓഫ് ആസനാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശീർഷാസനം അതെങ്ങനെയാണെന്നുള്ളത് ഒരു ഡോക്ടർക്ക് ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ശീർഷാസനം കാണിച്ചു തരാൻ പറ്റും. ശീർഷാസനത്തിന്റെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഇൻവേർട്ടഡ് പൊസിഷൻ, അതായത് നമ്മുടെ കൈ വെച്ചൊരു ട്രൈപോഡ് ഉണ്ടാക്കി തല അവിടെ സപ്പോർട്ട് ചെയ്ത് ഈ ട്രൈപോഡിലും തലയിലുമാണ് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, നമ്മുടെ ഫുൾ ബോഡി മീൻസ് ഇൻവേർട്ടഡ് പൊസിഷനിൽ നിൽക്കുന്ന കാരണം ബ്ലഡ് സർക്കുലേഷൻ താഴോട്ടാണ്. നമ്മുടെ ഏറ്റവും വൈറ്റൽ ഓർഗൻ എന്ന് നമുക്കിപ്പോൾ പറയാവുന്ന ബ്രെയിനിലേക്കുള്ള ആ സർക്കുലേഷൻ കൂടുകയും, കൂടാതെ നമ്മൾ മൈനർ വേറെ കുറേ വരുന്നുണ്ട്. അതായത് നമ്മുടെ ലോവർ ലെഗ്സിൽ അറിയാമല്ലോ ഇപ്പോൾ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻസും ഒരുപാട് ഈ സ്റ്റാഗ്നേറ്റഡ് ബ്ലഡ്, ഇതെല്ലാം ഒരു ഈസി സർക്കുലേഷൻ, പ്രൊമോട്ടിങ് ദ സർക്കുലേഷൻ. കൂടാതെ നമുക്കെല്ലാം ലോവർ ബാക്ക് പെയിൻ ആണ് എല്ലാവർക്കും കൂടുതൽ വരുന്നത്. നമ്മൾ എത്ര ശീർഷാസനത്തിൽ നിൽക്കുന്ന അത്രയും നേരം ലോവർ ബാക്കിൽ ഉണ്ടാവുന്ന വെയിറ്റ് മീൻസ് ആ വെയിറ്റ് ബെയറിംഗ് പാർട്ട് ഓഫ് ദ സ്പൈൻ ഈസ് ചേഞ്ച് ഫ്രം ദ ലോവർ ബാക്ക് ടു ദിസ് സർവിക്കൽ ഏരിയ. അപ്പം നമ്മൾ ഈ ശീർഷാസനം ചെയ്യുമ്പോൾ മറ്റ് എന്തെങ്കിലും രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർക്ക് അത് അങ്ങനെ ഇന്ന ആൾക്കാർക്ക് ഇത്ര അസുഖം, ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് ചെയ്യാൻ പാടില്ല എന്നങ്ങനെയില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് തലകറക്കം ഉള്ള മനുഷ്യർക്ക്, അതായത് ഇപ്പൊ ചില ആൾക്കാർക്ക് ചിലപ്പോ വെർട്ടിഗോ, അതെ, പെട്ടെന്നൊരു പോസ്റ്റർ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തലകറക്കം വരുന്നവര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഇത് നിർദ്ദേശിക്കാറുണ്ട്. റെസ്ട്രിക്റ്റഡ് ആണ് ശീർഷാസനം. അത് കുറേ കണ്ടീഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻ. വെർട്ടിഗോ ഒക്കെ ആണ്, ഹൈ ബ്ലഡ് പ്രഷർ, പിന്നെ ഹൃദ്രോഗങ്ങൾ, എല്ലാം കുറേ രോഗങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇഞ്ചുറീസ്, സ്പൈനൽ ഇഞ്ചുറീസ് എല്ലാം നോക്കി നമ്മൾ ഒരാളുടെ ഫിറ്റ്നസ് നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറൊരു തമാശയാണെന്ന് പറയാൻ, ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്ത് ഫുൾ ടേം മീൻസ് 9th month പ്രഗ്നൻസിയിൽ ശീർഷാസനം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. 9th month പ്രഗ്നൻസിയിൽ നമ്മളത് മനസ്സിലാക്കണം. അത് ഭയങ്കര ഒരു, അതായത് ഹോൾ, അതായത് അമ്മയും കുഞ്ഞും ഒരു പക്ഷെ തല നേരെ കീഴ്പോട്ടായിട്ടുള്ള അവസ്ഥയില് അത്. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കാണ് റെസ്ട്രിക്ഷൻസ് എന്ന്, ഇപ്പം ഇന്ന ആൾക്ക് റെസ്ട്രിക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾക്കത് സ്വയം മനസ്സിലാക്കാൻ പറ്റും. മീൻസ് ഇന്ന പൊസിഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് സ്വന്തം ബോഡി പറയും. ആ റെസ്ട്രിക്ഷൻസിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഏത് ആസനങ്ങൾ ചെയ്താലും സ്വന്തം ബോഡി പറയും നമ്മളോട്, ഇതിനപ്പുറം പോയാൽ ശ്രദ്ധിക്കണം എന്നുള്ളത്. അത് മനസ്സിലാക്കുക. അതാണ് യോഗാസനം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആസനങ്ങളും റീച്ചബിൾ ആവും. പിന്നെ
കീപ്പ് ഓൺ വർക്കിംഗ്. ആരും ഒന്നും പെട്ടെന്ന് ആരും നേടിയിട്ടില്ലല്ലോ. അതെ, ശീർഷാസനം അതെങ്ങനെയാണെന്നുള്ളത് ഒരു ഡോക്ടർക്ക് ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. Shirshasana, headstand. Sit in Vajrasana. Hold your elbows with opposite hands. Lean forward and bring the elbows down to the mat in front of your knees. Clasp the hands together without moving your elbows so that it will form a tripod on the mat. Bend over and place the top of your head on the mat inside your clasped hands. Straighten your legs by lifting the knees off the mat. Slowly walk with small steps towards the direction of head until the hips are directly over the head. Now try to shift the weight of your body from feet to the tripod of hands and head. Carefully lift the feet off the mat, bending the knees towards the chest and keep the feet near to the buttocks. Find the balance on the tripod and hold for some time. Slowly straighten the hips. Keep the knees bent and pointing towards the ceiling. Slowly straighten the knees, bringing the feet up. Hold the position for a comfortable duration. To come out of the pose, first bend the knees. Bend the hips and slowly bring the feet down to the mat. Now slowly come to the child's pose and retain the pose for some time. അപ്പം ഡോക്ടർ ഇപ്പം ഞങ്ങൾക്ക് ശീർഷാസനം കാണിച്ചു തന്നു. അത് വളരെ ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു പോസ്റ്റർ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെയുള്ള വേറെ ഒരുപാട് യോഗാസനങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്. ഇനി അടുത്ത എന്താണ് ഡോക്ടർ ഇനി ഇതിപ്പോ കിങ് ആണെന്ന് പറഞ്ഞു. അതായത് ക്വീൻ ഉണ്ട്, സർവാംഗാസനം. സർവാംഗാസനത്തിന്റെ ബെനിഫിറ്റ് ഞാൻ പറയാം. സർവാംഗാസനം എന്ന് പറയുമ്പോൾ ബോഡി ഇൻവേർട്ടഡ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കഴുത്ത് മീൻസ് ഇങ്ങനെ നിൽക്കും. നമ്മുടെ കഴുത്ത് ഈ സ്ക്വീസ് ചെയ്യും, ഈ ചിൻ വന്ന് ചെസ്റ്റിൽ സ്ക്വീസ് ചെയ്യും. ഷോൾഡറിലാണ് ശരിക്കും നിൽക്കുന്നത്. മറ്റേത് തലയിലും ട്രൈപോഡിലും ശീർഷാസനം നിൽക്കുന്നു, ഇത് ഷോൾഡറിൽ നിൽക്കുന്നു. ഷോൾഡറിൽ നിൽക്കുന്നു. അപ്പോൾ എന്താ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിൻ വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ചെസ്റ്റിൽ സ്ക്വീസ് ചെയ്യും. ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ വളരെ ഒരു അതും സ്ക്വീസ്ഡ് ആകുമ്പോൾ അതൊരു പ്രഷറൊക്കെ കിട്ടുകയും നല്ല ബ്ലഡ് സർക്കുലേഷൻ. നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ബെനിഫിറ്റാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളത്. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ അവിടെ ഒരു നമുക്കറിയാമല്ലോ ഒരു വ്യത്യാസം ഉണ്ടാവുകയാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഈ തൈറോയ്ഡ് ഫങ്ഷൻ എൻഹാൻസ് ചെയ്യുക. എത്ര പേരിപ്പം തൈറോയ്ഡ് മീൻസ് ഒന്നുകിൽ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡ്, ഇതിനെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഫങ്ഷൻ എൻഹാൻസ് ചെയ്യും. തൈറോയിഡിനെ ഇൻടാക്റ്റ് ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ആസനമാണ് ഈ സർവാംഗാസനം, അതായത് ഷോൾഡർ സ്റ്റാൻഡ്. Lie down on your back with your body straight. Inhale and lift your legs to 90 degrees without bending knees. Slowly raise your hips along with gentle breathing. Place your hands on the back and push your body up until your legs are in a straight line pointing up. Try to keep the elbows closer to each other. Keep the head centered and try to bring your chest towards the chin. Retain the position for a comfortable time with deep breaths and observe the changes in your body. To come down the pose, inhale and slowly lower your legs until the knees comes over the head. Place the hands by the side of the body as in the beginning. Exhale, slowly bring your spine down to the mat. Inhale and while exhaling, slowly lower your legs down to the mat with your knees straight.
relax in Shavasana. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് യോഗാസനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. ഇനി ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് യോഗാസനങ്ങളെ കുറിച്ച് പറയാമോ, വിശദീകരിക്കാമോ? അതൊന്ന് കാണിച്ചു തരുമോ കൂടെ? തീർച്ചയായും. ഞാൻ ഒരെണ്ണം കാകാസനമാണ്. കാകാസനം എന്ന് പറയുന്നത് ബാലൻസിങ് പോസ്റ്ററാണ്. ഈ ബാലൻസിങ് പോസ്റ്റേഴ്സ് കുറേ ഉണ്ട്. വൃക്ഷാസനമുണ്ട്, അതായത് ട്രീ പോസ്. ഇത്തരം ആസനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് കോൺസെൻട്രേഷനാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട്, ശീർഷാസനത്തിലും വേണം കോൺസെൻട്രേഷൻ, എല്ലാത്തിലും വേണം കോൺസെൻട്രേഷൻ. പക്ഷെ കോൺസെൻട്രേഷനെ മാത്രം എയിം ചെയ്തുകൊണ്ടുള്ള കുറേ ആസനങ്ങളുണ്ട്. അത് കാകാസനം ഞാൻ ഒന്ന് കാണിക്കാം. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലാണ് ഒരു പ്രത്യേക അതിൻ്റെ ഫൈനൽ പോസ് വരുമ്പോൾ ഒരു കാക്കയുടെ പോലെ ഇരിക്കും. അപ്പോൾ അത് പോസ്റ്റർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആയിക്കോട്ടെ. Crow pose, Kakasana. Start with your squatting posture with your feet hip width apart. Place your palms on the mat in front of you with the fingers wide apart at the level of your shoulders. Rotate the hands so that the fingers are slightly inward. Both the knees are a little wide apart so that they will be outside your upper arm. Slightly bend your elbows and slowly lean forward so that your knees can be placed a little above your elbows. Slowly transfer the weight of the body forward to your arms until the toes lift by themselves. Focus your eyes at a point on the floor in front of your body. ഡോക്ടർ ഇപ്പോൾ കാകാസനം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരു നോട്ടത്തിൽ എനിക്ക് തോന്നിയത് വളരെ ബാലൻസ് ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ പവർ, അല്ലേ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ഒരു പക്ഷേ നമ്മൾ മുന്നോട്ട് അല്ലെങ്കിൽ വീഴാനൊരു ചാൻസ്. കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു യോഗാസനം പോലെയാണ് എനിക്ക് അത് തോന്നിയത്. പിന്നെ ഇനി അടുത്ത ഒരു നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനം ഒന്ന് കാണിച്ചു തരാം. അത് ഞാൻ ഒരുപാട് മീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എൻ്റെ ക്ലയൻസിൽ നമുക്ക് അറിയാമല്ലോ, IT പ്രൊഫഷണൽസ് ആയാലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരുപാടായാലും ഈ സെർവിക്കൽ ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു പെയിൻ അല്ലെങ്കിൽ കഴപ്പ് അങ്ങനെയൊക്കെയുള്ള സ്പൈനിലാവാം മസിൽസിലാവാം, അത് റേഡിയേറ്റ് ചെയ്യുന്ന ഹാൻഡ്സിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന രീതി, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ഭുജംഗാസന, അതായത് കോബ്ര പോസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കമന്ന് കിടന്നിട്ട് കൈ നമ്മുടെ ഈ ഷോൾഡേഴ്സിൻ്റെ കീഴെ വെച്ചിട്ട് നമ്മുടെ അപ്പർ ബോഡി ഇങ്ങനെ ഉയർത്തുകയാണ്, ഇൻഹേൽ ചെയ്തുകൊണ്ട് ഉയർത്തുകയാണ്. അങ്ങനെ ഈ ഉയർത്തുമ്പോൾ കയ്യിലല്ല നമ്മുടെ സപ്പോർട്ട് കൂടുതലും വരുന്നത്. കൈ സപ്പോർട്ട് ചെയ്യും, എന്നാൽ പോലും ബാക്ക് മസിൽസ് വെച്ചാണ് ഉയർത്തുന്നത്. നമ്മുടെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി അറിയാം, നമ്മളെല്ലാവരും കൂടുതലും ഇരിക്കുമ്പോൾ ഉള്ള പോസ്റ്റർ ഈ കൂനിയുള്ള ഇരുത്താണ്. നമ്മുടെ പകുതി ആർത്രൈറ്റിക് കണ്ടീഷൻസ് ബിഗിൻ ചെയ്യുന്നത് ഇംപ്രോപ്പർ പോസ്റ്റേഴ്സ് കൊണ്ടാണ്. സിറ്റിംഗ് പോസ്റ്ററായാലും ലയിങ് പോസ്റ്ററായാലും ഏത് രീതിയിലായാലും നടക്കുമ്പോഴായാലും ഓരോരുത്തരുടെ പോസ്റ്റേഴ്സ് ഒരു ഡിസീസ് കണ്ടീഷനാക്കി മാറുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ പോസ്റ്ററിൽ കറക്ഷൻ ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഈ പോസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പോസ്റ്ററിൽ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് മസിൽസ് ഇവിടെ അൺയൂസ്ഡ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ഞാൻ പറയാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് നേരം നമുക്ക് സ്പൈൻ ഇറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഞാനത് ശിവാനന്ദയിൽ തുടങ്ങിയ ആദ്യത്തെ 1-2 ആഴ്ച ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് പെയിൻ, ഭയങ്കരമായ ബാക്ക് പെയിൻ വരുമ്പോൾ എന്താണ്, അൺയൂസ്ഡ് ആയിട്ടുള്ള കുറേ മസിൽസ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ മസിൽസ് എല്ലാം എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം ആസനങ്ങളിലൂടെ ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള എല്ലാ മസിൽസും നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന പോസ്റ്റർ നമ്മളിപ്പോൾ കമന്ന് കിടന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, അതായത് അപ്വേർഡ് റിവേഴ്സായിട്ട് വരികയാണ്. അപ്പം അഗെയിൻ വി ആർ ഗിവിങ് എക്സ്ട്രാ എക്സർഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം മസിൽസിനെ പിന്നെയും നമ്മൾ ഒരു പെയിൻ വന്നാൽ ഉടനെ നിർത്തുക എന്നുള്ളതല്ല, പിന്നെയും നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് അതിനെ യൂസ് ചെയ്ത്
ഇൻടാക്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. അപ്പം അതൊന്ന് കാണുക. ഈ ഒരു യോഗാസനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാക്ക് മസിൽസിനെയാണത്, അപ്പർ ബാക്ക് മസിൽസിനെയും ഓർ ലോവർ ബാക്ക് മസിൽസിനെ അത് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ആസനം. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ IT പ്രൊഫഷണൽസ്, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ തലമുറ. പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഇരുന്നുകൊണ്ടുള്ള ജോലികളല്ല, നടന്നുകൊണ്ടുള്ള ജോലികൾ. വീട്ടിൽ അടുക്കളയിലാണെങ്കിലും അന്ന് ഈ നമുക്ക് കുക്കിങ്ങിന് സഹായിക്കുന്ന മെഷീൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നടന്നുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. അന്നുള്ള മനുഷ്യർക്കൊന്നും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അധികം വന്നിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും കൂടുതൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മളൊന്നും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു നമ്മളുടെ അറിവിലേക്ക് വെളിച്ചം വീശുക എന്ന് പറയുന്നത് ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പോഷർ തരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അത് കോബ്ര പോസ് ആണ്, ഭുജംഗാസനം. Bhujangasana, Cobra pose. Lie on the abdomen with your body straight, legs together, and bring the forehead to the mat. Place your palms underneath your shoulders. Keep your elbows closer to your body. Inhale and raise your head, chest, and abdomen with the support of your hands to a comfortable level. Keep the shoulders away from the ears. Retain the position for a comfortable duration. Make sure to hold the posture with the strength of neck and upper back muscles. പിന്നെ ഇപ്പോൾ ഡോക്ടർ കുറേ ഈ യോഗാസനങ്ങളെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനി ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇത് യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ ഉണ്ടാകാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച്, അതായത് എന്താണ് നമുക്കതിൽ നിന്ന് ഉള്ള നേട്ടം, അതാണ് അറിയാനായിട്ട് ആഗ്രഹം. നമുക്ക് നേട്ടങ്ങളെ കൗണ്ട്ലെസ് ബെനിഫിറ്റ്സ് എന്ന് തന്നെ പറയാം. എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റില്ല. അതുപോലെ അല്ലേ. പിന്നെ പേഴ്സണലൈസ്ഡ് ബെനിഫിറ്റ്സ് ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഒബ്സർവ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന ബെനിഫിറ്റ് കിട്ടി, എനിക്ക് ഇന്ന ബെനിഫിറ്റ് കിട്ടി. അത് അയാൾ അതിനെ എങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്നു, എങ്ങനെ അതിനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. മെയിനായിട്ട് നമുക്ക് ഫിസിക്കൽ ബെനിഫിറ്റ്സ്, മെൻ്റൽ ബെനിഫിറ്റ്സ്, സ്പിരിച്വൽ ബെനിഫിറ്റ്സ്, ഈ 3 രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസ്കുലോ സ്കെലിറ്റൽ എൻഹാൻസ്മെന്റ്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന, കാർഡിയോ വാസ്കുലർ സിസ്റ്റം എൻഹാൻസ്മെന്റ്, നെർവസ് സിസ്റ്റം മെയിൻ തിങ്. ഇതും പിന്നെ മിക്ക ആസനങ്ങളിലൂടെയും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഒരു പ്രഷർ മീൻസ് ഒരു മസാജിങ് അനുഭവപ്പെടുന്നുണ്ട്. മീൻസ് ഇപ്പം പശ്ചിമോത്താനാസനം, സിറ്റിംഗ് ഫോർവേഡ് ബെൻഡ് എന്ന് പറയുമ്പം എൻ്റെ ഈ അബ്ഡോമൻ ഇങ്ങനെ സ്ക്വീസ്ഡ് ആവും. അപ്പോൾ അബ്ഡോമൻ മസിൽസ് എല്ലാം സ്ക്വീസ് ആവും, ഒരു അവിടെ പ്രഷർ ഉണ്ടാവും. അപ്പം എല്ലാ ഫിസിക്കൽ ഓർഗൻസും ഫിസിക്കൽ ഏരിയാസും ഇത് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഫിസിക്കൽ ബെനിഫിറ്റ്സ്. കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെൻ്റൽ ബെനിഫിറ്റ്സ് ആണ്. മെൻ്റൽ ബെനിഫിറ്റ്സിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് മനസ്സിൻ്റെ മനസ്സിൻ്റെ ഡിസയേഴ്സ് ആയാലും മനസ്സിൻ്റെ ഓരോ മോഡിഫിക്കേഷൻസിനെ എല്ലാ തരത്തിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അഹിംസ, സത്യം, അസ്തേയം, അങ്ങനെ കുറേ നിയമ ആസന, അങ്ങനെയാണ് കുറേ കാര്യങ്ങളുണ്ട്, ഇന്നർ ആസ്പെക്ട്സ് അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യും. ഇപ്പം യോഗാസനങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ലല്ലോ, മെഡിറ്റേഷൻ ചെയ്യുക, മീൻസ് ഒരു അധികം ഡിസയേഴ്സ് ഒന്നും പാടില്ല, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇത് കർമ്മഫലം ഇച്ഛിക്കാതുള്ള കർമ്മം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഗിഫ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. പ്യൂരിഫൈ ചെയ്ത് അതിൻ്റെ ആ ഒരു സബ്റ്റിൽനെസ് ആ ഒരു പ്യുവർ സബ്റ്റിൽനെസ്സിലേക്ക് നമ്മളെ എത്തിക്കും. ആ ഒരു മോക്ഷം എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് അതിൻ്റെ മെൻ്റൽ ബെനിഫിറ്റ്സ്. അപ്പം ഡിസിപ്ലിൻ, മെൻ്റലി ഉള്ള ഡിസിപ്ലിൻ, നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡ്, സെൽഫ് കോൺഫിഡൻസ്,
ഇതെല്ലാം ഇതിൻ്റെ ഒരു മെൻ്റൽ ബെനിഫിറ്റ്സ് ആയിട്ട് കൂട്ടാം. കൗണ്ട്ലെസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ്. കൂടാതെ സ്പിരിച്വലി എന്ന് പറയുമ്പം നമ്മൾ ഈ ലോകത്തെ നമ്മളെ ഈ വീക്ഷിക്കുന്നതിനുള്ള കാഴ്ചപ്പാട്, അതായത് എല്ലാം എന്നിലുള്ളതും നിന്നിലുള്ളതും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു ചിന്ത, ആ ഒരു ചിന്ത, അതായത് നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു ചിന്ത, ഈ ആ ഒരു സ്പിരിച്വൽ തിങ്കിങ്, ആ ഒരു ഹയർ തിങ്കിങ് ഉണ്ടാകുക എന്നുള്ളതാണ് സ്പിരിച്വൽ ബെനിഫിറ്റിനകത്ത് വരുന്നത്. ഡോക്ടറോട് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ യോഗാസനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ശവാസനം എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു പേടി, ഇതെന്തായി, ഇത് ശരിക്കുള്ള ഇത് സംഭവം എന്താണ്, ഒരു ഭയാനകമായിട്ടുള്ള ഒരു പേര് ശവാസനം. അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ശരിക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ആസനം തന്നെയാണ്. നമ്മൾ അതിൻ്റെ പേര് പോലെ പേടിക്കാനൊന്നുമില്ല. കാരണം പണ്ടത്തെ ആൾക്കാർ ഇതിന് പേരിടുന്നത് ഏറ്റവും അതിനോട് ഉപമിക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന, ഉപമിക്കാൻ പറ്റുന്ന എന്തിനോടെന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരുപാട് ആന്തരിക അർത്ഥങ്ങളുണ്ട്. അതായത് ഒരു ശവത്തെ പോലെ റിലാക്സ് ആയി കിടക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു അവയവങ്ങളും അനങ്ങുന്നില്ല, അതിനൊരു അനങ്ങാനൊരു ടെൻഡൻസിയും ഉണ്ട്, നമ്മൾ സ്റ്റിമുലേഷനും കൊടുക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു റിലാക്സേഷനാണ് അവിടെ വേണ്ടത്. റിലാക്സേഷന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് യോഗാസനത്തിൽ. അതാണ്. അപ്പോൾ ഡോക്ടർ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം പ്ലീസ്. അപ്പം ശവാസനം, റിലാക്സേഷൻ ഞാൻ പറഞ്ഞു വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാർട്ടാണ് യോഗാസനങ്ങളിൽ. കാരണം ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ ബോഡിക്കും വേണ്ടുന്ന രീതിയിലുള്ള പ്രോപ്പർ റിലാക്സേഷൻ കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത ആസനങ്ങളുടെ ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് ഗ്രാസ്പ് ചെയ്യാനും അടുത്ത ആസനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. അതാണ് ഓരോ റിലാക്സേഷൻ്റെയും പ്രത്യേകത. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് പ്രോപ്പറായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് കിടന്നാൽ, ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര പേർക്ക് പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും? എത്ര പേര് ഒന്ന് പ്രോപ്പറായിട്ടൊരു പ്രോപ്പർ തോട്ട്സിലൂടെ ഇരിക്കാം, വെറും സിമ്പിൾ തോട്ട്സ്, അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ സിമ്പിളായിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? വെറുതെ റിലാക്സ് ചെയ്തിരുന്നാൽ അതും അതിനേക്കാളും സ്ട്രെസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ചിന്തകൾ വളരെ വൈൽഡായിട്ടാണ് പോകുന്നത്. ആ ഒരു കാരണം അതുകൊണ്ടാണ് റിലാക്സേഷന് വളരെയധികം എഫക്റ്റ് ഉള്ളത്. നമ്മുടെ ബോഡി ആസനം ചെയ്തു ആ വഴി എക്സർഷൻ വഴി ഉണ്ടാവുന്ന ആ ഒരു ടയേർഡ്നെസ്സിനെ അല്ലെങ്കിൽ ഡെബിലിറ്റിയെ ഒന്ന് മറികടക്കുകയും ചെയ്യും. നമ്മുടെ മൈൻഡിനെ കാമാക്കുകയും ചെയ്യും. അവിടെ മൈൻഡ് ആൻഡ് ബോഡി റിലേഷൻസ്, ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് റിലാക്സേഷൻ. ഇൻ ബിറ്റ്വീൻ ആസനാസിൻ, ഇൻ ബിറ്റ്വീൻ റിലാക്സേഷൻ കൂടാതെ ഒരു ഫൈനൽ റിലാക്സേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. പലവരും ആസനം ചെയ്തു പൊടിയും തട്ടി എഴുന്നേറ്റ് പോവുക, അങ്ങനെയല്ല വേണ്ടത്. എത്ര ഡ്യൂറേഷൻ ആസനം ചെയ്യുന്നോ അത് കഴിഞ്ഞിട്ട്
ഒരു 10 to 15 minutes പ്രോപ്പർ റിലാക്സേഷൻ, അത് ആ പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ഈച്ച് ആൻഡ് എവറി ബോഡി പാർട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിലാക്സ് ചെയ്ത് ഈവൻ അവർ ഫേഷ്യൽ മസിൽസ് പോലും എക്സോസ്റ്റഡ് ആവാത്ത രീതിയിൽ റിലാക്സ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഒരു യോഗ സെഷൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. വളരെ നന്ദി ഡോക്ടർ, അത് നല്ല രീതിയിൽ അത് കാണിച്ച് ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ മനസ്സിലെ ആ ഒരു പേടിയൊക്കെ പോയി കേട്ടോ. ഞാൻ അത് പേടിയെന്ന് വെറുതെ പറഞ്ഞതാണ്, പക്ഷെ അതിന് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ഡോക്ടർ ഇവിടെ എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചർ പ്ലാൻസ്, അത് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദം ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതേസമയം യോഗ എന്നുള്ളൊരു വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സയൻസ് എനിക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് അധികം പ്രിപ്പറേഷൻ വേണ്ടെന്നല്ല, എന്നാൽ ആയുർവേദത്തോളം വേണ്ടി വരില്ല. അതുകൊണ്ട് ഇപ്പോൾ ITPL ഇൻഫിനിറ്റ് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. എൻ്റെ ബ്രദർ അതിനോട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ബിഹാഫിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഫിറ്റാക് കോഴ്സസുകൾ കൂടാതെ പല ഫ്ലഡ്ജ് പ്രോഗ്രാംസ് ഉണ്ട് ഈ ഒരു കമ്പനിയുടെ കീഴിൽ. അതായത് നഴ്സസ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്, പുതിയ ട്രെയിനിങ് പ്രോഗ്രാംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ IELTS കോച്ചിങ്ങിനുള്ള ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പിന്നെ നഴ്സസിന് ഉപകാരപ്പെടുന്ന ഒരുപാട് ട്രെയിനിങ് കോഴ്സസുകൾ, അതിൻ്റെ കൂടെ യോഗ ട്രെയിനിങ്ങും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒരു എല്ലാവരിലേക്കും ഒന്ന് യോഗ മീൻസ് ഈ ശിവാനന്ദ ട്രഡീഷനിൽ അവരെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യൽ സർവീസും കൂടെയാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ സർവീസ് എൻ്റെ മനസ്സിലുണ്ട്. അത് ITPL എന്നുള്ള കമ്പനി, അതായത് ഇൻഫിനിറ്റ് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ലിമിറ്റഡ്, ഈ കമ്പനിയിലൂടെ ഞാനൊരു നല്ല രീതിയിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പം കോണ്ടാക്ട് ക്ലാസ്സസിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കോണ്ടാക്ട് ക്ലാസ്സസ് കൂടാതെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് മാത്രം നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ എടുത്ത ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വിത്ത് വിഷ്വൽസ്, വീഡിയോസ് എല്ലാം നമ്മുടെ ഈ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ദൈവം സഹായിച്ച നല്ല രീതിയിൽ ഇതുവരെ പോകുന്നു. ഇനിയും പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഭാവിയിൽ ഒരുപക്ഷെ ഞങ്ങൾ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് തന്നെ വരുമായിരിക്കും. മുട്ടുവേദന, കാലുവേദന, കൈക്ക് വേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഒരു കൺസെഷൻ വെച്ച് ഡോക്ടർ ഞങ്ങൾക്ക് കുറച്ച് കൺസെഷൻ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ അങ്ങനെ വരാനുള്ളൊരു സാധ്യത ഉണ്ടാകരുതെന്നും പ്രാർത്ഥിക്കുന്നു. കൗതുകകരമായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. അതായത് ആയുർവേദ ചികിത്സയിൽ നമുക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങൾ പറയുന്നത് കോൺട്രവേഴ്സി ആയിട്ടാണ് പറയുന്നത്. അതായത് ആഢ്യനായ രോഗിയെ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളെന്നും പറയുന്നുണ്ട്. എന്നാൽ ആതുരനായ, അതായത് രോഗിയായ ഒരാളെ നമ്മുടെ സ്വന്തം പുത്രനെ പോലെ ചികിത്സിക്കണമെന്നും പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഢ്യത്വം കുറവാണെങ്കിലും രോഗം കൂടുതലായിരിക്കും. രോഗത്തിന്റെ കാര്യത്തിൽ ആഢ്യത്വം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവരുത്. അത് ഈ ഒരു യോഗയിലൂടെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രിവെൻഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇനിയുള്ള വരും കാലങ്ങളിൽ. ഇപ്പം ആയുർവേദം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സന്ധിവാതം അതാണ് ആദ്യം വരുന്നത്. ശരിക്കും പ്രിവെൻഷൻ ടു മെയിൻ സ്ട്രീം ഡിസീസസ് ലൈക്ക് എക്സ്പെഷ്യലി ക്യാൻസർ പോലുള്ള പല ഡിസീസസിനും പ്രിവെൻഷൻ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് ബോധ്യമാവുന്നൊരു കാലം ഉണ്ടാവും. ഇപ്പൊ തന്നെ റഷ്യയിൽ ആയുർവേദം ലീഗലി അക്സെപ്റ്റഡ് ആയി, ജർമ്മനിയിൽ വൈകാതെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ലോകമെമ്പാടും ആവും. യോഗയും അതിനകത്ത് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സയൻസ് ആയിരിക്കും, യാതൊരു സംശയമില്ല. ഈ ആയുർവേദം അസുഖങ്ങൾ മാറ്റുക മാത്രമല്ല, ഞങ്ങൾക്ക് തലയിൽ മുടി വളരാനുള്ള എന്തെങ്കിലും ഒക്കെ മരുന്നും കൂടെ ഡോക്ടർ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ കുറച്ച്, എസ്പെഷ്യലി ഇതിൻ്റെ ഡയറക്ടർ
ഞങ്ങളുടെ ശ്യാമേട്ടൻ അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുടി വളരുക എന്നുള്ളത്. ഞങ്ങളുടെ ഒക്കെ തലേന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ അതിനു വേണ്ടി കുറച്ച് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടർക്ക് ഒത്തിരി താങ്ക്സ്. അതോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് എല്ലാ ബെസ്റ്റ് വിഷസും നന്മകളും ഉണ്ടാകട്ടെ. ഫാമിലി വൈസ് എല്ലാം ഞങ്ങൾ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ നല്ലൊരു ഓണം ഇവിടെ ആദ്യത്തെ ഓണം ഇവിടെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. അയർലൻഡിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം ഭാഗ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കേരള ഹൗസിൻ്റെ ഭാരവാഹികൾക്കും അതിലേക്ക് ലിഫി FM-ൻ്റെ ശ്രോതാക്കൾക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കേരള ഹൗസ് ലിഫി സൗണ്ട് FM 96.4-ൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇനി നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം എല്ലാവിധ മംഗളാശംസകളും ഓണാശംസകളും. താങ്ക് യു. യോഗ ഇന്ന് ആഗോളതലത്തിൽ എല്ലാവരാലും സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ അയർലൻഡിൽ തന്നെ നിരവധി രാജ്യക്കാർ യോഗ അഭ്യസിക്കുന്നുണ്ട്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിവിടെ കിട്ടിയ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയായ ഡോക്ടർ, ആയുർവേദ ഡോക്ടർ കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞു. നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഡോക്ടർ വിപിൻ ശശിധരനും ഷീബയ്ക്കും പ്രത്യേകം നന്ദി. അടുത്തതായി ഓണം കഴിഞ്ഞു. പക്ഷേ പ്രവാസി മലയാളികൾക്ക് ഓണം എന്ന് പറയുന്നത് ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സ്ലൈഗോ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഓണപ്പരിപാടിയുടെ ഹൈലൈറ്റ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് കഴിഞ്ഞ 10 വർഷമായി ഒത്തൊരുമയോടെ നടത്തി വരുന്ന ഒരു പരിപാടിയാണത്. മലയാളികൾ മാത്രമല്ല, തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, മറ്റ് ഭാഷക്കാരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് വളരെ മനോഹരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അത്. എല്ലാ അസോസിയേഷനും ഇല്ലെങ്കിൽ എല്ലാ സംഘടനക്കാരും ഓണപ്പരിപാടി നടത്തുന്നുണ്ട്, ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ കണ്ടത് ഇവരെല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒറ്റക്കെട്ടായി ആ ഒരു സ്പിരിറ്റ് എടുത്തുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ് അത്. അതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് നമുക്ക് കാണാം. ഞാൻ സ്ലൈഗോയിൽ വന്നിട്ടിപ്പം 3 വർഷമേ അതിനു മുമ്പ് ഒരു 13 വർഷത്തോളം ഡബ്ലിനിലായിരുന്നു. പിന്നെ കുറച്ച് കാലം 1 വർഷത്തോളം അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു ഐക്യമാണ് സ്ലൈഗോകളുടെയും മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഇടയിൽ കാണാൻ പറ്റിയത്. എന്തൊരാവശ്യമുണ്ടെങ്കിലും എല്ലാവരും കൂടും. പരസ്പരമുള്ളൊരു സ്നേഹം, സഹകരണം, അത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുടുംബം എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയായിട്ട് തോന്നിയിട്ടില്ല. പരസ്പരം തമ്മിലുള്ളൊരു തർക്കമോ ഒരു കോൺഫ്ലിക്റ്റോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡാണ് ഓരോരുത്തരും ഈ കമ്മ്യൂണിറ്റിയോട്. ഇതിൽ ജാതിമത ഭേദങ്ങളോ അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരുടെ ഇടയിൽ ഓരോ സംസ്ഥാനത്തു നിന്നുള്ള ഒരു വ്യത്യാസമോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. സ്ലൈഗോയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. WB യേറ്റ്സ്, വിശ്വവിഖ്യാത കവിയായ WB യേറ്റ്സ്, നോബൽ പ്രൈസൊക്കെ കിട്ടിയ ആൾ. WB യേറ്റ്സും രവീന്ദ്രനാഥ ടാഗോറും സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ സ്ലൈഗോ ടൗണിൽ തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. അത് 2014 അത് സ്ഥാപിച്ചത്.
200-ൽ പരം ആളുകൾ ഇന്ന് ഇവിടെ നടന്ന സ്ലൈഗോയിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ട് ഓണസദ്യ കഴിച്ച് മടങ്ങി. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഇവിടെ വന്ന് സംബന്ധിച്ചു. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. മുന്നോട്ട് വീണ്ടും അസോസിയേഷന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണ വൈവിധ്യങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും തിരുവോണം ആശംസിക്കുന്നു. Hi all, a very happy Onam to all of you. As in all the other counties, we all celebrate Onam. We also celebrate Onam in our county, Sligo. But I think the speciality of our Onam celebration is we celebrate Onam with all the peoples who belong from different parts of India, not only Malayali, because this is an Indian association and it's not a Malayali association. So people from different parts of the country, we all unite together and then we celebrate Onam. As you can see, our Mahabali was from Bhopal and the president of our Indian association is from Calcutta. So we try to unite, we try to bring all the people together, and that's how we celebrate all our occasions in Sligo here. Hello, hi, I'm Sophie Babu. Wishing you all a very happy Onam. Onam ആശംസകൾ എല്ലാവർക്കും. I'm living here for 10 years in Sligo now, and we are all celebrating Onam once a year, every year for the last 10 years, and it has been very successful. Beyond religion and language, we are celebrating Onam. You can see unity in diversity in our programs, in our functions, and from all part of India, you can see different people here working together, praying together, and enjoying the fun, enjoying the food, and it only happens because everybody works together in fun, with fun, and so it's a great year that we this is our 10th year in running. It's a great you can see there's different people coming from different parts of the country to celebrate Onam in their own little ways, and that is the fun and magic of Onam. We truly see King Mahabali coming today and enjoying it because he's seeing all his people. We have actually grown in our numbers. We were only few in 50s or 60s. Now we have gone up to over 200s, and that is the strength behind it, because we can see everybody having fun and enjoyment. The children have the most fun. There is Pookalam, there is King Mahabali comes, there is dances, Pulikali, all that comes into the picture. So it's a variety of program. I will encourage you to come to Sligo next year, to come up and enjoy with us into the Indian Association of Sligo, to enjoy the Onam. Thank you. Wishing you a very happy Onam. On ആശംസകൾ. Thank you. എൻ്റെ പേര് തോമസ് മാത്യു മൂഞ്ഞേലി, നാട്ടിൽ അങ്കമാലിയാണ്. ഞാൻ ഇവിടെ അയർലൻഡിൽ സ്ലൈഗോയിൽ വരുമ്പോൾ സ്ലൈഗോവും
അയർലൻഡിലെയും ഏറ്റവും ആദ്യത്തെ ഒരു ഇന്ത്യൻ ഫാമിലിയാണ്. ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ വേറെ ഒരു ഇന്ത്യൻസ് ഇല്ല. ഞങ്ങളെ ഇതിൽ റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഐറിഷുകാരൊക്കെ ഞങ്ങളെ ഈ കറുത്ത തല ഇങ്ങനെ ഫാമിലി പോകുമ്പോൾ അവർക്കൊരു കൗതുകമായിരുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു ഓണം കൂടുക എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞങ്ങൾ ഒറ്റ ഒരു ഫാമിലിയായിട്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുഡ്, ഏഷ്യൻ ഫുഡുകളൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന്. ഏഷ്യൻ ഷോപ്പുകളില്ല, നമ്മുടെ ഇന്ത്യൻ കേരള വിഭവങ്ങളൊന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ഓണം കൂടാൻ തുടങ്ങിയത് ആദ്യം ഒരു 3-4-5 ഫാമിലി കൂടി ഒരു വീടുകളിൽ ഞങ്ങൾ ഓണം തുടങ്ങി. അത് കഴിഞ്ഞ് ഈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സ്ലൈഗോൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. ലാസ്റ്റ് 10 കൊല്ലം ഞാൻ ഇതിൻ്റെ ട്രഷററും ഫുൾ കോർഡിനേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ഈ മലയാളി അസോസിയേഷനിലുപരിയായിട്ട് ഇന്ത്യൻ അസോസിയേഷനായിട്ട് ഇതിനെ വളർത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻസ്, എല്ലാ ലാംഗ്വേജിലുള്ള, എല്ലാ റിലീജിയസിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും കൂടി ഇവിടെ 85 ഫാമിലി ഉണ്ട്. അതിൽ 40 മലയാളി ഫാമിലി ഉണ്ട്. ബാലൻസ് നോർത്ത് ഇന്ത്യൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഫാമിലികളാണ്. ഇവരെല്ലാവരും കൂടി ഒറ്റ കൂട്ടായ്മയിൽ, ഒറ്റ കെട്ടായി, ഒറ്റ കൈയോടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്ന് വരെ അതിലൊരു ക്ലാഷോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് 10ാമത്തെ ഓണ സെലിബ്രേഷനാണ്. ഞങ്ങൾ ആദ്യം 20 പേരിൽ തുടങ്ങിയ ഈ ഓണം ഇന്ന് ഞങ്ങൾ 200 പേരാണ് ആഘോഷിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് നടന്ന ഓണം ഇന്ന് ഞങ്ങൾ ഫുൾ ഡേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒത്തിരി വളർച്ചയിലെത്തിയ വലിയൊരു സമയമാണ് ഇപ്പോൾ. ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരേ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഒത്തിരി പുതിയ തലമുറകളും ഒത്തിരി ഏഷ്യൻ ഷോപ്പുകളും എല്ലാ സ്ലൈഗോ എന്ന് പറയുന്ന ഒരു കൊച്ചു ടൗണാണെങ്കിലും ഇന്ന് എല്ലാ സമൃദ്ധിയോടും എല്ലാ ഇതും കിട്ടുവാൻ സാഹചര്യങ്ങളുമുള്ള നല്ലൊരു കൂട്ടായ്മയായിട്ട് ഈ ടൗൺ വളർന്നു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. I am Anirban Banjo from Sligo, President of Indian Association of Sligo. This association is here for last 10 years and successfully engaged in the community work. This is a perfect example of unity in diversity. We have so many people from different states, and it is amazing to see how we observe all the different states' traditional festivals. For example, today in Onam, people from not only Kerala but all other 7 states were here, and we celebrated Onam as our own festival. We take everything as all our own. We never think about state. There is no distinction between the different states or different religion here. I am very proud of Indian Association of Sligo. This is one of the finest example. Not only the Irish community here praises the county council here, but even Embassy of India, the ambassador, Her Excellency, have visited many number of times and appreciated our unity. Thank you.
എല്ലാവർക്കും യോഗയുടെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം സ്ലൈഗോ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഓണപ്പരിപാടിയുടെ ഹൈലൈറ്റ്സും ഇഷ്ടമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.